ഇന്ന് നമ്മൾ ബിഗ് ഡാറ്റ ടെക്നോളജീസിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനിൽ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാഞ്ഞ കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എമർജ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലി നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പറേഷൻ, അതിനെ നമ്മൾ കമ്പ്യൂട്ടിംഗ് എന്നാണല്ലോ വിളിക്കുക. എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ഒരു സിംഗിൾ പ്രോസസ്സറിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. പ്രോസസ്സർ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എന്ന് ചിന്തിച്ചാൽ മതി. ഒരൊറ്റ പ്രോസസ്സർ കാണും. ആ ഒരു പ്രോസസ്സറിലാണ് നമ്മളുടെ എന്തൊരു പ്രോബ്ലവും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സറിന് മെയിൻ മെമ്മറി ഉണ്ടാവും. മെയിൻ മെമ്മറിയിലാണ് നമ്മളുടെ ഡേറ്റയും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ക്യാഷ് ഉണ്ടാവും. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി തന്നെയാണ്. അത് അറ്റ് പ്രസന്റ് ഉപയോഗിക്കുന്ന ഡേറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു ലോക്കൽ ഡിസ്ക് കാണും. ഈ ലോക്കൽ ഡിസ്കിനെ നമ്മൾ മറ്റൊരു പേരുണ്ട്, കമ്പ്യൂട്ട് നോഡ് എന്നാണ് വിളിക്കുക. ലോക്കൽ ഡിസ്കിലാണ് നമ്മൾ ഈ ഡേറ്റയൊക്കെ കമ്പ്യൂട്ട് നോഡ്. നമ്മൾ ഈ ഡേറ്റയെല്ലാം പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടേഷന് ശരിക്കും നമ്മൾ ഡേറ്റ എടുക്കുന്നത് ഈ ലോക്കൽ ഡിസ്കിൽ നിന്നൊക്കെയാണ്. അല്ലെങ്കിൽ ലോക്കൽ ഡിസ്കിനെ മൊത്തത്തിൽ നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ ഒരു വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഒരു നമ്മളുടെ നോർമൽ രീതിയിൽ കമ്പ്യൂട്ടിംഗ് നടത്താൻ നമുക്ക് ആവശ്യമായിരുന്നത്. അപ്പം ഒരു സിംഗിൾ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റാതിരുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് പാരലൽ കമ്പ്യൂട്ടിംഗ് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒന്നിലധികം പ്രോസസ്സേഴ്സ് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നിരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ലാർജ് സയന്റിഫിക്, അതിൻ്റെ എക്സാമ്പിളാണ് ലാർജ് സയന്റിഫിക് കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാരലൽ കമ്പ്യൂട്ടിംഗ് ആയിരുന്നു ആവശ്യമായിട്ട് വന്നിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അവിടെ അപ്പോൾ നോർമൽ പ്രോസസ്സേഴ്സിന് പകരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അവർക്ക് മെനി പ്രോസസ്സേഴ്സ് അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ നോർമൽ കമ്പ്യൂട്ടറിന്റെ ഒരു രീതി അല്ല അവർക്ക്. അവർ സ്പെഷ്യൽ പർപ്പസ് ആണ്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്ത് സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഒന്നിലധികം പ്രോസസ്സേഴ്സും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയറും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു റെഗുലർ സിംഗിൾ പ്രോസസ്സറിന്റെ ആവശ്യമേ ഉള്ളൂ. മെയിൻ മെമ്മറിയും ക്യാഷും ലോക്കൽ ഡിസ്കും ഉള്ള ഒരു സിംഗിൾ പ്രോസസ്സർ. എന്നാൽ ചില ആപ്ലിക്കേഷൻസിന് പാരലൽ കമ്പ്യൂട്ടിങ്ങിന് ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സയന്റിഫിക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അവരുടെ ഒരു ഗുണം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന അഡീഷണൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി പ്രോസസ്സേഴ്സും ഉണ്ടായിരുന്നു, സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയറും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പുതിയ ഒരു കാലം കൊണ്ട് ഒത്തിരിയും വെബ് സർവീസസ് അവൈലബിൾ ആവാൻ തുടങ്ങി. അപ്പം നമുക്ക് അവിടെ വെബ് സർവീസസ് അവൈലബിൾ ആവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സിന്റെ ആവശ്യം അങ്ങ് കുറഞ്ഞു. അതായത് നമുക്ക് ഒത്തിരി ഈ പാരലൽ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടായിരുന്നല്ലോ നമ്മൾ ഈ സ്പെഷ്യൽ പർപ്പസിലേക്ക് പോയത്. അതായത് നമ്മുടെ നോർമൽ പ്രോസസ്സറിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സിലേക്ക് പോയത്. എന്നാൽ ഈ വെബ് സർവീസസ് വരാൻ തുടങ്ങിയതോടെ എല്ലാം ക്ലൗഡിലൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാലും നമ്മളുടെ നോർമൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നോർമൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാരലൽ പ്രോസസ്സിങ് നടത്താൻ പറ്റി. അല്ലെങ്കിൽ നോർമൽ കമ്പ്യൂട്ട് നോട്ട്സ്, ഈ പറഞ്ഞല്ലോ ഈ കമ്പ്യൂട്ട് നോട്ട്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ നോർമൽ സിസ്റ്റംസ്ന്നോ നോർമൽ പ്രോസസ്സേഴ്സ്ന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പം അവരെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ടാസ്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ റീസൺ വെബ് സർവീസസ് എമർജ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. വെബ് സർവീസിന്റെ അഡ്വാൻസ്മെന്റ് അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ആണ്. അത് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമുക്കൊരു സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മേടിക്കാൻ വേണ്ടി നല്ല കോസ്റ്റ്ലി ആണ്. കാരണം
അറിയാലോ, ഒത്തിരി പ്രോസസ്സേഴ്സും അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയറും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു നോർമൽ കമ്പ്യൂട്ടർ നോഡ് എന്ന് പറയുന്നത് അത്ര കോസ്റ്റ്ലി അല്ല. പക്ഷെ അതിന് ഈ പറയുന്ന രീതിയിലുള്ള പാരലൽ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഇല്ലായിരുന്നു കുറേ നാൾ മുമ്പ് വരെ. പക്ഷെ വെബ് സർവീസസ് വന്നതോടെ അതിൻ്റെ ആ കപ്പാസിറ്റി അവിടെ ഉണ്ടായി വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതിനെ, അതായത് നോർമൽ കമ്പ്യൂട്ട് നോഡ്സിനെ കുറേം കൂടി ആശ്രയിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ലോ കോസ്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് വന്നതോടുകൂടി തന്നെ ഈ പാരലലിസം എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറി. അത്രയും നാളും സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ഒക്കെ ഉള്ള അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെബ് സർവീസസ് വന്നതോടെ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് പാരലൽ കമ്പ്യൂട്ടിംഗ് മാറി. അതുപോലെ തന്നെ നമുക്ക് റിലയബിലിറ്റി പ്രോബ്ലംസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. അതായത് റിലയബിലിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ റിലയബിൾ അല്ലാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരാം. അത് നോർമലി വരാം, ഏതൊരു മെഷീനും അങ്ങനെ ഒരു പ്രശ്നം വരാം. ചിലപ്പോൾ ഫെയിൽ ആവാം, ഫെയിൽ ആവാതിരിക്കാം. നമുക്ക് ഇപ്പൊ ഒരു സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമുക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ള റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവരും നമ്മളുടെ നോർമൽ കമ്പ്യൂട്ട് നോഡ്സിനെ തന്നെയാണ് പാരലൽ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് ആണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കരുതിയാൽ മതി. അപ്പം നമുക്ക് ഇവരുടെ ഒരു ഫിസിക്കൽ ഓർഗനൈസേഷനാണ് ഇനി കാണേണ്ടത്. ഓക്കെ, ഈ കമ്പ്യൂട്ട് നോഡ്സിന്റെ ഒരു ഫിസിക്കൽ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ഒന്നിലധികം കമ്പ്യൂട്ട് നോഡ്സ് ആണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ഒറ്റ ഒരാൾക്കും കൊണ്ട് ഈ പാരലലായിട്ട് പ്രോസസ്സിങ് പോസിബിൾ അല്ല. അത് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ട് നോഡ്സ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഈ പാരലൽ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കമ്പ്യൂട്ട് നോഡ്സ് വഴി അങ്ങനെ ഒരു പ്രോസസ്സിങ് സാധ്യമായത് വെബ് സർവീസസ് വഴിയാണ്. എങ്ങനെയാണ് ഈ കമ്പ്യൂട്ട് നോഡ്സിനെ എന്ത് രീതിയിൽ ഫിസിക്കലി അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പാരലൽ കമ്പ്യൂട്ടിങ്ങിന് സാധ്യമാകുന്നത് എന്ന് നോക്കാം. അപ്പം ഈ പാരലൽ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ, ഈ പുതിയ രീതിയിലുള്ള പാരലൽ കമ്പ്യൂട്ടിങ്ങിന്റെ ആർക്കിടെക്ചറിനെ വിളിക്കുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന്. അതിനെ വിളിക്കുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഈ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു വാക്ക് നമുക്ക് ഫെമിലിയർ ആവണം. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ട് നോഡ്സിനെ, ഒന്നിലധികം കമ്പ്യൂട്ട് നോഡ്സിനെ ഫിസിക്കലി അറേഞ്ച് ചെയ്തുകൊണ്ട് പാരലൽ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആർക്കിടെക്ചറിനെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ഓരോ കമ്പ്യൂട്ട് നോഡ്സും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ഓരോ കമ്പ്യൂട്ട് നോഡ്സ്, ഇതിപ്പോൾ സപ്പോസ് ഒരു കമ്പ്യൂട്ട് നോഡാണെന്ന് വിചാരിക്കുക, ഇത് ഒരു കമ്പ്യൂട്ട് നോഡാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പ്യൂട്ട് നോഡ്സ് ഉണ്ടാവും. അവരെ എല്ലാം കൂടെ ഒരു റാക്ക് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. റാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് മുകളിൽ അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 1, 2, 3, 4, അപ്പോൾ 6 എണ്ണമേ ഉള്ളൂ. നോർമലി നമ്മൾ ഒരു റാക്കിൽ 8 മുതൽ 64 വരെ, അതും നമ്മൾ ആ ഒരു 8ന്റെ ഒരു പവർ ആ ഒരു രീതിയിൽ, മീൻസ് 8ന്റെ രീതിയിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. അപ്പം 8 to 64 കമ്പ്യൂട്ട് നോട്ട്സ് ആയിരിക്കും ഒരു റാക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഓരോ കമ്പ്യൂട്ട് നോട്ട്സ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു സിംഗിൾ റാക്കിലെ ഇപ്പോൾ കമ്പ്യൂട്ട് നോഡ് 1 ഉണ്ട്, കമ്പ്യൂട്ട് നോഡ് 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ 1ഉം 2ഉം 3ഉം എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു പ്രത്യേകതരം വയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് എഥർനെറ്റ് എന്ന് പറയും. എഥർനെറ്റ് നമുക്ക് പരിചയമുള്ളതാണ്. നമ്മളൊക്കെ വീട്ടിൽ വൈഫൈ അല്ല, നമ്മുടെ ലാൻ കേബിൾ, നമ്മൾ നെറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യുന്ന കേബിൾ എഥർനെറ്റിന്റെ കേബിളാണ്, ഇച്ചിരി വണ്ണമുള്ള കേബിൾ. അങ്ങനെ അപ്പോൾ ഒരു റാക്കിലുള്ള കമ്പ്യൂട്ട് നോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എഥർനെറ്റ് വഴിയാണ്. അതിനെ ഗിഗാബിറ്റ് എഥർനെറ്റ് എന്നാണ് വിളിക്കുക. ഒരു നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് എഥർനെറ്റ്. നോർമലി എഥർനെറ്റ് ആണ് ഉപയോഗിക്കുക, അങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിപ്പോൾ ഒരു റാക്കാണ്, ഒരു റാക്ക്. ഇതുപോലെ ഒന്നിലധികം റാക്ക് ഉണ്ടാവാം. അപ്പം വേറൊരു റാക്കാണ് ഇതെന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5, 6. അപ്പം ഇത് അടുത്ത റാക്കാണ്. അതുപോലെ വീണ്ടും ഇത് അടുത്ത റാക്കാണ്. ഇതിനകത്ത് ഞാൻ വരയ്ക്കുന്നില്ല. 1, 2 ഇങ്ങനെ കുറേ കമ്പ്യൂട്ടർ നോട്ട്സ് ഇതുപോലെ
8 മുതൽ 64 വരെ കമ്പ്യൂട്ടർ നോട്ട്സ് ഓരോ റാക്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഇനി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ നോട്ട്സ് ഇവര് ഓരോ റാക്ക് ഇങ്ങനെ റാക്കിനുള്ളിലുള്ള കമ്പ്യൂട്ടർ നോട്ട്സ് തമ്മിലല്ലേ കണക്ഷൻ ഉള്ളൂ. റാക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അത് മറ്റൊരു ലെവൽ ഓഫ് നെറ്റ്വർക്കിലാണ് നടക്കുക. അത് വേറൊരാൾ വഴിയാണ് നടക്കുക. നോർമലി അതൊരു സ്വിച്ച് ആയിരിക്കും, എപ്പോഴും ആയിരിക്കണം എന്നില്ല, എന്നാലും നോർമലി ഒരു സ്വിച്ചിലും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഓരോ റാക്കിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഈ റാക്കിൽ ഉള്ള ഒരാൾക്ക് ഈ റാക്കിലുള്ള ഈ ഒരു കമ്പ്യൂട്ടർ നോഡുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് വഴിയാണ് ആ കണക്ഷൻ പോവുക. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഫിഗർ നോട്ടിനകത്തുണ്ട്, ഇച്ചിരി തലതിരിഞ്ഞായിരിക്കും നോട്ടിൽ കൊടുത്തിരിക്കുക. നോട്ടിലെ ഫിഗറാണ് കറക്റ്റ്, അതിനനുസരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളിപ്പം 3 റാക്കേ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ 3 റാക്ക് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, എത്ര റാക്ക് വേണമെങ്കിലും ആകാം. ഇനി ഒരു റാക്കിൽ ഈ പറയുന്ന പോലെ മോർ കമ്പ്യൂട്ടർ നോട്ട്സ് ഉണ്ടാവാം ഓരോ റാക്കിലും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് ഓരോ റാക്കിലും ഓരോ കമ്പ്യൂട്ടർ നോഡാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ നോട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട്, അവർ ചിലപ്പോൾ ഫെയിൽ ആവാം. കമ്പ്യൂട്ടറാണ്, ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്, അവർ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഒരു അറ്റ് എ ടൈം ഏതെങ്കിലുമൊക്കെ ഒരു കമ്പ്യൂട്ടർ നോഡ് വർക്കിംഗ് ആവാതിരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മളുടെ ഒരു കമ്പ്യൂട്ടിംഗ് ലാർജ് സ്കെയിൽ പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഒന്നിലധികം റാക്സും ഈ ഓരോ റാക്കിനകത്തും ഒത്തിരി കമ്പ്യൂട്ടർ നോട്ട്സും ഉണ്ട്. അപ്പോൾ ഇത്രയും അധികം കമ്പോണൻസ് ഈ ഒരു ആർക്കിടെക്ചറിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇലക്ട്രോണിക് ഐറ്റംസ് ആയതുകൊണ്ട് അതിലേതെങ്കിലും ഒരു ഐറ്റം എപ്പോഴെങ്കിലും ഒക്കെ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നടക്കാവുന്ന ഫെയിലിയറിൻ്റെ 2 രീതികളുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഒരു സിംഗിൾ നോഡ് ഫെയിൽ ആവുന്നു, 2 എന്ന് പറയുന്നത് ഒരു എൻറ്റയർ റാക്ക് ഫെയിൽ ആവുന്നു. അത് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരു സിംഗിൾ നോഡ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഈ ഒരു നോഡാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു നോഡ് മറ്റ് കമ്പ്യൂട്ടർ നോട്ട്സുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ആ നോഡ് വർക്ക് ആവാതിരിക്കുന്നു, പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് വരാം. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നോഡിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നോഡിൽ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. സപ്പോസ് ഈ ഒരു റാക്ക് കംപ്ലീറ്റ്ലി നഷ്ടമായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എൻ്റെ റാക്ക് ഫെയിൽ ആയാൽ അത് അതിനേക്കാളും സിവിയർ ആയിട്ടുള്ളൊരു ഹെഡേക്ക് ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പാരലൽ കമ്പ്യൂട്ടിംഗ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടല്ലോ, പല സയന്റിഫിക് കാൽക്കുലേഷൻസും ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരലൽ കമ്പ്യൂട്ടിങ്ങിലേക്ക് എത്തിപ്പെട്ടത്. അത് ചിലപ്പോൾ മിനിറ്റ്സോ ചിലപ്പോൾ അവേഴ്സോ ചിലപ്പോൾ ഡേയ്സ് വരെയോ എടുക്കാൻ ചാൻസ് ഉള്ള ഓപ്പറേഷൻസ് ആണ് ഈ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു നോഡ് ഫെയിലായി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് നമ്മളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അബോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ചിലപ്പോൾ ഒരിക്കലും സക്സസ് ആവാതിരിക്കും. അതായത് ഓരോ തവണ നോഡ് ഫെയിൽ ചെയ്യുമ്പോഴും നമ്മളുടെ ചെയ്തുകൊണ്ടിരുന്ന സാധനം അബോർട്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഈ കാൽക്കുലേഷൻസ് സക്സസ്ഫുള്ളി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഫയൽസ് റിഡൻഡന്റ് ആയിട്ട് സേവ് ചെയ്യുക. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതാണ് റിഡൻഡൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഡൻഡന്റ് ആയിട്ട് സേവ് ചെയ്യുക എന്നതുകൊണ്ട് ഒന്നിലധികം സ്ഥലത്ത് ഫയൽസിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു നോഡിൽ മാത്രം ഒതുക്കാതെ ഒന്നിലധികം കമ്പ്യൂട്ടർ നോട്ട്സിൽ ഫയൽസിനെ സേവ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് റാക്ക് 1 ഒരു നോഡിൽ നമ്മൾ ഫയൽ എനെ സേവ് ചെയ്താൽ റാക്ക് 3 നോഡ് 5 കൂടി ഫയൽ എനെ സേവ് ചെയ്യുക. വേണമെങ്കിൽ റാക്ക് 2 നോഡ് 2 കൂടെ ഫയൽ എനെ സേവ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റി, 3 റെപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരു നോഡ് ഫെയിൽ ആയാലും നമുക്ക് മറ്റ് റാക്കുകളിലെ നോഡുകളിൽ അത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ
ഒരു പ്രശ്നവും അവിടെ സംഭവിക്കത്തില്ല. നമുക്കതിനെ തിരിച്ചെടുക്കാനും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആ നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനാണത്. അതുപോലെ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കമ്പ്യൂട്ടേഷൻസിനെ നമ്മൾ സ്മോൾ ടാസ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഈ ഓരോ ടാസ്കും ഇൻ കേസ് ഒരു ടാസ്ക് ഫെയിലായി, ഒരു വലിയൊരു കമ്പ്യൂട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു കമ്പ്യൂട്ടേഷനെ നമ്മൾ പല പല സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നിലധികം സ്മോൾ ടാസ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നും വിചാരിക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സ്മോൾ ടാസ്ക് ചെയ്യുന്നതാണ് നമ്മൾ ഫെയിലായി പോയത് എന്ന് കരുതുക. അങ്ങനെ ഫെയിലായാൽ അത് മറ്റ് ടാസ്കുകളുടെ എക്സിക്യൂഷനെ ഒരു തരത്തിലും ബാധിക്കരുത്. ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളുടെ മാപ്പ് റെഡ്യൂസ് സിസ്റ്റത്തിന്റെ ആധാരമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മെയിൻ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലത്തിനെ പല പല സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്മോൾ ടാസ്കുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവരുടെ ഒരു ഫെയിലിയർ ബാക്കിയുള്ള ടാസ്കുകളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലാർജ് സ്കെയിൽ ഫയൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്ഷനും കൂടെ വരുന്നുണ്ട്. ലാർജ് സ്കെയിൽ ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്, നമ്മുടെ ന്യൂ ജനറേഷൻ രീതിയിലുള്ള പാരലൽ കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒന്നിലധികം റാക്സിലായിട്ട് കമ്പ്യൂട്ടിംഗ്, ഒന്നിലധികം കമ്പ്യൂട്ട് നോഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പാരലൽ പ്രോസസ്സിങ്ങിനെയാണ് ഈ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽസ്, ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽസ് നമ്മളുടെ കൺവെൻഷണൽ ഫയൽസ് ആയിരിക്കരുത്. കൺവെൻഷണൽ ഫയൽസ് നമ്മൾ നോർമലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫയൽസ് ആണ്, ആയിരിക്കരുത്. അതിൽ നിന്നും അല്പം ഡിഫറൻ്റ് ആയിരിക്കണം. അല്പം അല്ല, നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ പുതിയ ഫയൽ സിസ്റ്റം കൺവെൻഷണൽ ഫയൽസ് അല്ല നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്, പകരം നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽസ് ആണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം തന്നെ വരുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടുള്ള ഫയൽസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പ്രത്യേകതകളുണ്ട്. ഫയൽസിന്റെ സൈസ് ഇന്നോർമസ് ആവാം. ഇന്നോർമസ് മീൻസ് വളരെ വെരി ലാർജ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നോർമലി അവിടെ ടെറാബൈറ്റ്സിലാണ്. ടെറാബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ മാക്സിമം കണക്ക് GB ആണ്, ഗിഗാബൈറ്റ്സ് ആണ്. അതിനേക്കാളും വലുതാണ് ടെറാബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെറാബൈറ്റ്സ് ഇൻ സൈസിലാണ് നമ്മൾ ഫയൽസിന്റെ സൈസ് അളക്കുന്നത്. അപ്പം ചെറിയ ഫയൽസ് ആണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു യൂസും ഉണ്ടാകത്തില്ല. ഫയൽസ് വലിയ ഫയൽസ് ആയിരിക്കണം. രണ്ടാമതായിട്ട് ഫയൽസ് റെയർലി അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് അപ്ഡേഷനേക്കാളും പ്രാധാന്യം ഫയൽസിന്റെ റിട്രീവലിനായിരിക്കണം. അപ്പം അപ്ഡേഷൻ അല്ല അവിടെ നടക്കുക. പോസിബിളി അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ന്യൂ ഡാറ്റേനെ നമുക്ക് ആഡ് ചെയ്യാം, അതായത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്പെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റേനെ റീഡ് ചെയ്യാം. ഈ 2 ഓപ്പറേഷൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുക. അപ്ഡേഷൻ, എക്സിസ്റ്റിംഗ് ഡാറ്റയുടെ അപ്ഡേഷൻ ഫ്രീക്വന്റേ അല്ല, അതായത് വളരെ റെയർ ആയിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഈ 2 സിറ്റുവേഷനും അംഗീകരിക്കുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എയർലൈൻ റിസർവേഷൻ സിസ്റ്റത്തിൽ നമുക്ക് DFS ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫ്രീക്വന്റ് അപ്ഡേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സൈസുള്ള ഡാറ്റ ഫയൽസ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ DFSന്റെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ 2 സിറ്റുവേഷൻസ് വന്നാൽ മാത്രമേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി പറയുന്നത്, ഇതിനകത്ത് നമുക്ക് ഒരു ഫയലാണ് നമ്മൾ ഈ സേവ് ചെയ്യുന്നത്, ഓരോ കമ്പ്യൂട്ടർ നോഡിലും സേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ഫയൽ ഇപ്പം ഇത്രയും വലിയൊരു ഫയലാണെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ പല പല ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഈ ഫയൽസിനെ ഡിവൈഡഡ് ഇൻറ്റു ചങ്ക്സ്. അപ്പൊ ഈ ഓരോ ചങ്കും മിക്കവാറും 64 MB സൈസുള്ള ഫയൽസിന്റെ പാർട്ടുകളായിരിക്കും. അപ്പോൾ ഒരു വലിയ ഫയലിനെ നമ്മൾ 64 MB സൈസുള്ള പല പല കുഞ്ഞു കുഞ്ഞു ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ചങ്ക്സിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കും. ഈ റെപ്ലിക്കേറ്റഡ് അത് മിക്കവാറും 3 ടൈംസ് ആയിരിക്കും നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് 3 ഡിഫറെന്റ് കമ്പ്യൂട്ട് നോഡ്സിൽ സേവ് ചെയ്ത് വെക്കും.
ഓക്കെ, CN ഇട്ടിരിക്കുന്നത് കമ്പ്യൂട്ട് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഫയൽ നമ്മൾ പല പല ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ചങ്കിനെയും നമ്മൾ മിനിമം 3 ടൈംസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓരോ റെപ്ലിക്കേറ്റഡ് കോപ്പീനെയും നമ്മൾ ഓരോ കമ്പ്യൂട്ട് നോഡിലും കൊണ്ട് സേവ് ചെയ്യുന്നു. അപ്പം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇതിന്റെ ഒരു കോപ്പി റാക്ക് 1-ലാണ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അടുത്ത കോപ്പി ആ റാക്കിൽ തന്നെ സേവ് ചെയ്യരുത്. വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള റാക്സ് ചൂസ് ചെയ്യണം. ഡിഫറൻറ്റ് റാക്സ് ചൂസ് ചെയ്യണം എന്ന് പറയാൻ കാരണം, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻ്റെ റാക്ക് ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മളത് നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ റാക്ക് ഫെയിൽ ആവാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ റെപ്ലിക്കേറ്റഡ് കോപ്പിയും ഒരേ റാക്കിൽ തന്നെ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. അപ്പം നമ്മൾ റെപ്ലിക്കേറ്റഡ് കോപ്പീസ് എല്ലാം പല പല ഡിഫറൻ്റ് ആയിട്ടുള്ള റാക്സിൽ സേവ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും റാക്ക് ഫെയിലിയർ ഉണ്ടായാൽ നമുക്ക് ഫുൾ കോപ്പി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അപ്പം നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ പല പല ചങ്ക്സ് ആയിട്ട് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഈ ഫയലിന്റെ പേര് ഫയൽ A എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫയൽ Aയുടെ ചങ്ക് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ. ഇപ്പൊ ഈ ഒരു റെപ്ലിക്കേറ്റഡ് കോപ്പി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ട് നോഡിലായിരിക്കും, ഈ ഒരു കോപ്പി വേറൊരു കമ്പ്യൂട്ട് നോഡിലായിരിക്കും. അങ്ങനെ ഈ ഓരോ കോപ്പിയും ഒക്കെ ഏതൊക്കെ കമ്പ്യൂട്ട് നോട്ട്സിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഡാറ്റ റിട്രീവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേറൊരു ഫയലുണ്ട്. അതിനെ നമ്മൾ മാസ്റ്റർ നോഡ് അല്ലെങ്കിൽ നെയിം നോഡ് എന്നാണ് വിളിക്കുക. ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും സെയിം ആളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫയലിന്റെ ചങ്ക്സിനെ കണ്ടുപിടിക്കാൻ, ടു ഫൈൻഡ് ദി ചങ്ക്സ് ഓഫ് എ ഫയൽ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഫയലാണ് ഈ മാസ്റ്റർ നോഡ് അല്ലെങ്കിൽ നെയിം നോഡ് എന്ന് പറയുക. അപ്പൊ ഈ മാസ്റ്റർ നോഡിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് പല പല റാക്കിലായിട്ട് സേവ് ചെയ്ത് വെക്കാം. ഇനി അതുമല്ല, നമുക്ക് ഒന്നിലധികം ഫയൽസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്നിലധികം ഫയൽസിന്റെ ഈ മാസ്റ്റർ നോഡുകളെല്ലാം സേവ് ചെയ്ത് വെക്കാൻ നമുക്കൊരു ഡയറക്ടറി തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. എന്നിട്ടും ആ ഡയറക്ടറിനെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതുവഴി നമുക്ക് ഒരു ഡാറ്റ പോലും എന്ത് സാഹചര്യം ഉണ്ടായാലും നഷ്ടപ്പെടാത്ത സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പം അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുള്ളൂ. നമുക്ക് നോർമലി പണ്ടുകാലത്ത് സിംഗിൾ പ്രോസസ്സേഴ്സിനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്തെങ്കിലും പാരലൽ കമ്പ്യൂട്ടിങ്ങിന്റെ ആവശ്യം വന്നാൽ സ്പെഷ്യൽ പർപ്പസ് പാരലൽ കമ്പ്യൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വെബ് സർവീസസിന്റെ എമർജൻസോടെ നോർമൽ കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് കമ്പ്യൂട്ട് നോട്ട്സിനെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് പാരലൽ കമ്പ്യൂട്ടിങ്ങിന് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി വന്നു. അപ്പോൾ ലോ കോസ്റ്റ് ആണ്, കൂടുതൽ റിലയബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ഈ പാരലൽ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിനെ നമ്മൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്നാണ് വിളിക്കുന്നത്. അവിടെ എന്താ അതിന്റെ ഫിസിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ കമ്പ്യൂട്ട് നോട്ട്സിനെ നമ്മൾ റാക്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓരോ റാങ്കിലും 8 മുതൽ 64 വരെ കമ്പ്യൂട്ട് നോട്ട്സ് ഉണ്ടാവാം. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എതർനെറ്റ് വഴിയാണ്. ഇനി ഒന്നിലധികം റാക്സ് കാണാം ആ ഒരു സിസ്റ്റത്തിൽ. ഈ റാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു സ്വിച്ച് വഴിയാണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഒരു സിംഗിൾ നോഡ് മാത്രമായിട്ട് ഫെയിൽ ആവാം, ചിലപ്പോൾ ഒരു എൻ്റയർ റാക്കും ഫെയിൽ ആവാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ മിനിറ്റ്സോ അവേഴ്സോ ഡേയ്സോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു നോഡ് ഫെയിൽ ആയാൽ നമ്മൾ ആ കാൽക്കുലേഷൻ വീണ്ടും അബോർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് നടക്കുമ്പോൾ ഒരിക്കലും ആ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കാൽക്കുലേഷൻസ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി, നോട്ട് ഫെയിലിയർ മൂലം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഒന്ന്, റിഡൻഡന്റ് ആയിട്ട് ഫയൽസിനെ സേവ് ചെയ്യുക. 2, നമ്മളുടെ കമ്പ്യൂട്ടേഷനെ സ്മോൾ ടാസ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്കും ഓരോ കമ്പ്യൂട്ടർ നോഡിന് കൊടുക്കുക. ആ ഒരു രീതിയിലാണ്. രണ്ടാമത്തെ ആ ഒരു ടാക്ടിക്സിനെ നമ്മൾ മാപ്പ് റെഡ്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ലാർജ് സ്കെയിൽ ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മളുടെ ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിനകത്ത് നമുക്ക് കൺവെൻഷണൽ ഫയൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഒബേ ചെയ്യുന്ന ഫയൽസ് ആണ്. അവർക്കൊരു 2 പ്രത്യേകതകളുണ്ട്. ഫയൽസ് ഇന്നോർമസ് ആയിരിക്കും, ടെറാബൈറ്റ്സിലാണ് അവരുടെ സൈസ്. ചെറിയ ഫയൽസ് അവിടെ ആവശ്യമില്ല. ചെറിയ ഫയൽസ് ഉപയോഗിച്ചാൽ അത് DFS ആവത്തില്ല. അതുപോലെ DFSലെ ഫയൽസ് ഒക്കെ വളരെ റെയർലി ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അവിടെ ആകെ നടക്കുന്നത് പുതിയ ഡാറ്റനെ അപ്പൻഡ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഡാറ്റനെ റീഡ് ചെയ്യാം. ഈ 2 ഓപ്പറേഷൻസ് ആണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഇനി ഇതിനെ നമ്മളിപ്പോൾ ഈ ഒരു ഫയലിനെ തന്നെ നമ്മൾ പല പല ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ചങ്ക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അവരെ നമ്മൾ പല റാക്കിലുള്ള പല കമ്പ്യൂട്ട് നോട്ട്സിലായിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി അങ്ങനെ ഒരു ഫയലിന്റെ തന്നെ ചങ്ക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്. മാസ്റ്റർ നോഡ് അല്ലെങ്കിൽ നെയിം നോഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് ആക്സസ് ചെയ്താൽ ഒരു ഫയലിന്റെ ചങ്ക്സ് ഒക്കെ ഏതൊക്കെ കമ്പ്യൂട്ടർ നോട്ട്സിലാണ് സേവ് ആയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒന്നിലധികം ഫയൽസിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഒരുമിച്ച് അറിയേണ്ടി വരുവാണെങ്കിൽ നമുക്കൊരു ഡയറക്ടറി സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇവരെ എല്ലാവരെയും
നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് സോ ആസ് ടു സേവ് അവർ ഡേറ്റ ഫ്രം ലോസ് ഓർ ഫെയിലിയർ ഓഫ് ഡിസ്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. താങ്ക്